10th പ്രിലിംസിൻ്റെ സ്റ്റേജ് 4 ഫൈനൽ ആൻസർ കീ നമുക്ക് നോക്കാം. 5 ഡിലീഷൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ 5 ഡിലീഷൻസിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യം 10ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത് കോഡ് എ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ കോഡ് എ എങ്ങനെയാണ് നോക്കുക എന്നുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടിയിൽ അത് വലതുവശത്തോ അല്ലെങ്കിൽ ഇടതുവശത്തോ എ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് എ കോഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൽ 10ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം എന്താണ് കേരള വിനോദസഞ്ചാര ദിനം 1 കൊടുത്തിട്ടുണ്ട്, അതേമാതിരി 2 കേരള വിനോദസഞ്ചാരം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അത് ഡിലീറ്റഡ് ആക്കിയിട്ടുള്ളത്. അടുത്തത് ക്വസ്റ്റ്യൻ 53 വാഗൺ ട്രാജഡി നടന്ന വർഷം. നമുക്കറിയാം 1921 നവംബർ 10 നടന്നത്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, 1921 എന്ന് പറഞ്ഞൊരു വർഷമേ കാണുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇത് ഡിലീറ്റ് ആക്കിയത്. അടുത്തത് 65ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മൂന്നാമതായി ഡിലീറ്റ് ആക്കിയത്. തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിൻ്റെ കുറവാണ്? അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പം കാണാൻ പറ്റിയത് നൈട്രജനും പൊട്ടാസ്യം മഗ്നീഷ്യം ഒക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മഞ്ഞളിപ്പ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മൾട്ടിപ്പിൾ ആൻസേഴ്സ് വരുന്നത് കൊണ്ടായിരിക്കാം ഇത് ഡിലീറ്റ് ചെയ്തത്. അടുത്തത് 67ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 പ്രാധാന്യം എന്ത്? അപ്പോൾ ഇവിടെ ലോക കടലാമ ദിനം ഡി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് പ്രൊവിഷണൽ കീയിൽ കൊടുത്തത്. പക്ഷെ മെയ് 23 എന്ന് പറഞ്ഞ ലോക ആമദിനാണ്. ഓക്കെ, കടലാമയല്ല, വെറും ആമ. ഓക്കെ, ലോക ആമദിനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയ് 23 എന്നാൽ ലോക കടലാമദിനം എന്നാണ്, അത് ജൂൺ 16. അപ്പം ഇത് തെറ്റായിട്ടുള്ളൊരു ആൻസർ ആയതുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്തു. അപ്പം 5ാമതായിട്ട് ഡിലീറ്റ് ചെയ്ത മാത്സിലെ ക്വസ്റ്റ്യൻ ആണ്. 86ാമത്തെ ക്വസ്റ്റ്യൻ. 5 സംഖ്യകളുടെ ശരാശരി 51. അതിൽ ചെറിയ സംഖ്യ ഏത്? അപ്പോൾ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. തുടർച്ചയായ 5 സംഖ്യകളുടെ ശരാശരി 51 ആണെന്ന് വേണം അവർ തരാൻ, എന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ഓപ്ഷൻസൊക്കെ വെച്ചിട്ട്. അപ്പം അല്ലെങ്കിൽ അത് ഏത് സംഖ്യകൾ വേണമെങ്കിലും ആവാം 51 ആവറേജ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവർ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് കാരണമായിരിക്കും അത് ഡിലീറ്റ് ചെയ്തത്. അങ്ങനെ ആരെങ്കിലും ചലഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ആദ്യം മുതൽ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കാം. 1ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. അതായത് ലിസ്റ്റ്, നമ്മൾ ഈ ലിസ്റ്റുകളെയാണ് ഇങ്ങനെ ഒരു വലിയ വാക്കുകളിൽ വിവരിച്ചത്. ഓക്കെ, ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അങ്ങനെ ആ ലിസ്റ്റുകളെയാണ് പറയുന്നത്. ഇനി 2ാമത്തെ ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൽ ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 3, കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 4, ലിഗ്നോ സാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി, ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. 5, ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ സി, ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ. 6, ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം. അത് ഓപ്ഷൻ ഡി കോഴിക്കോടാണ്. 7, തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 8, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ശരിയായ ആശയങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്. ഓക്കെ, ഇതൊക്കെ പുതിയ SCERT നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 9, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്. ഓപ്ഷൻ ഡി ഗണതന്ത്ര മണ്ഡപം. ഇനി അടുത്ത് 10 നമ്മൾ ഡിലീറ്റഡ് ആണെന്ന് പറഞ്ഞു. 11, സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നവൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്.
12. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം. ഓപ്ഷൻ സി നവംബർ മധ്യം. 13. കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത്? ഓപ്ഷൻ ഡി മുംബൈ. 14. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാല. ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. 15. ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. 16. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ഓപ്ഷൻ എ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. 17. ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കണം. ഇതാണ് ഉൾപ്പെടാത്തത്. 18. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഓപ്ഷൻ ബി പറവൂർ. 19. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ്. 20. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻ സി കുമാരഗുരുദേവൻ, സമത്വ സമാജം. ഓക്കെ, സമത്വ സമാജം ആരതാണ്? വൈകുണ്ഠസ്വാമികളത് അല്ലേ. അടുത്തത് 21. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത. ഓപ്ഷൻ ഡി ആനി ബസന്റാണ്. 22. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. എവിടെയാണത് നടന്നത്? ഉത്തർപ്രദേശിൽ അല്ലേ. 23. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി. ഓപ്ഷൻ ഡി ബഹദൂർ ഷാ രണ്ടാമൻ. 24. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. 25. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ. ഓപ്ഷൻ ബി അഭിനീന്ദ്രനാഥ ടാഗോർ. 26. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം. ഓപ്ഷൻ എ നീതി ആയോഗ്. 27. പോവേർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. 28. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. 29. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഓപ്ഷൻ ഡി ഫസൽ അലി. 30. ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം. ഓപ്ഷൻ സി 1936. ഡേറ്റ് എന്നാണ്? നവംബർ 12 കേട്ടോ. 1936 നവംബർ 12. 31. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 32. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ശ്രീലങ്ക. 33. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഓപ്ഷൻ സി ബാസപ്പ ദാനപ്പ ജട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ BD ജട്ടി എന്നായിരിക്കും അധികം പഠിച്ചിട്ടുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ ഫുൾ പേരാണ്. ഓക്കെ. 34. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം. ഓപ്ഷൻ ഡി അനുച്ഛേദം 51(4). 35. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ. ഓപ്ഷൻ ബി
ആർട്ടിക്കിൾ 97. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഇവിടെ തെറ്റ്. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമ നിർമ്മാണ സഭയിൽ ചർച്ച ആകാം. അത് തെറ്റാണ്, അങ്ങനെ പറ്റില്ല കേട്ടോ. 37. വിവരാവകാശ കമ്മീഷൻ ഘടന. ഓപ്ഷൻ സി മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിൻറ്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. 38. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ. ഓപ്ഷൻ സി ശ്രീ വി ഹരിനായർ. 39. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്. ഓപ്ഷൻ ബി NH-66 മുംബൈ മുതൽ ഗോവ വരെ. 40. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി അനുച്ഛേദം 39B. 41. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല. ഓപ്ഷൻ ഡി ആലപ്പുഴ. 42. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻ എ പള്ളിവാസൽ. 43. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം. ഓപ്ഷൻ ബി 34. 44. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ വയനാട് ജില്ലയിൽ. അടുത്തത് 45-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ഓപ്ഷൻ ബി മഞ്ചേശ്വരം പുഴ. 46. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി. ഓപ്ഷൻ ബി സി ബാലകൃഷ്ണൻ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല. 47-ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി പാലക്കാടാണ് ഉത്തരം. 48. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓപ്ഷൻ സി ആനമുടി. 49. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ഓപ്ഷൻ എ കല്ലട. 50. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി വേമ്പനാട് കായൽ. 51. അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. 52. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ. ഓപ്ഷൻ സി ഗിഫോർഡ്. 53 ഡിലീറ്റ് ചെയ്തു, നമ്മൾ പറഞ്ഞു. 54-ാമത്തെ ചോദ്യം. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26-ന് ജനിച്ച നവോത്ഥാന നായകൻ. ഓപ്ഷൻ ബി VT ഭട്ടതിരിപ്പാട്. 55. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ സി പാലിയം സത്യാഗ്രഹമാണ് ബന്ധമില്ലാത്തത്. 56. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920-ൽ മഞ്ചേരിയിൽ നടന്നത്? ഓപ്ഷൻ ഡി 5-ാമത്തെ. 57. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു അയ്യങ്കാളി. 58-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏത്? ഓപ്ഷൻ ബി കയ്യൂർ സമരം. 59-ാമത്തെ ചോദ്യം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാര്? ഓപ്ഷൻ എ AV കുട്ടിമാളു അമ്മ. 60. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? അല്ലെങ്കിൽ PRDS എന്ന് ചുരുക്കി പറയാം അല്ലേ. ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. 61. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ഓപ്ഷൻ ബി ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല. 62. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ജോഡി. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ G റോസൺ എന്ന വ്യക്തിയാണ്. 63. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം. ഓപ്ഷൻ സി പെരിയോസ്റ്റിയം. 64. മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ ഡി ജീവകം K. 63 ഡിലീറ്റഡ് ആണ്, നമ്മൾ പറഞ്ഞു. 66. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? ഓപ്ഷൻ ബി വൈറസ്. 67 ഡിലീറ്റഡ്, നമ്മൾ പറഞ്ഞു.
അടുത്തത് 68ാമത്തെ ചോദ്യം. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യ നീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി വയോമധുരം. 69. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം? ഓപ്ഷൻ സി തിരുവനന്തപുരം. 70ാമത്തെ ചോദ്യം. കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഓപ്ഷൻ ബി ഹൃദയം. 71. ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഓപ്ഷൻ എ ഖരം. 72. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി ഊർജം. 73. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി രാസഫലം. 74. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ഓപ്ഷൻ സി 1.62 മീറ്റർ/സെക്കൻഡ്². 75. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചതാര്? ഓപ്ഷൻ എ JJ തോംസൺ. 76. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജമാറ്റം ഏത്? ഓപ്ഷൻ സി ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു. 77. ചുവടെ കൊടുത്തവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. ഓപ്ഷൻ സി പ്രവേഗം. 78. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ എ ടാർട്രസിൻ. 79. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ ബി സിങ്ക്. 80. ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ സി പൊട്ടാസ്യം. 81ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 9 ആണ്. 82ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 5/7 ആണ്. 83ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി 0.005 ആണ്. 84ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി 725 ആണ്. 85ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 50.02 ആണ്. 86 ഡിലീറ്റഡ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി 87ാമത്തെ ചോദ്യം, അതിൻ്റെ ഉത്തരമായി വരുന്നത് 90,000 ആണ്. ഓപ്ഷൻ എ 87ാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ എ 90,000 ആണ് വരുന്നത്. അടുത്തത് 88. ഓപ്ഷൻ ബി -4/3, -1/3, -2/9. ഇനി 89ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 25%. 90ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 12 മിനിറ്റിന് ശേഷം. 91ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 1. 92ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി 30. 93ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 244. 94ൻ്റെ ഉത്തരം ഓപ്ഷൻ സി സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്, വീട്ടു നമ്പർ. 95ൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ സാഹിത്യം. 96ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 10,000. 97ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ത്രികോണം. 98ൻ്റെ ഉത്തരം ഓപ്ഷൻ സി 30. 99ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി IRH. 100ൻ്റെ ഉത്തരം ഓപ്ഷൻ സി 75. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.